വയനാട്ടിലെ എല്ലാ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ ഇന്ന് പണിമുടക്കാണ്. കാരണം ജനങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ ഈ 15 മുതൽ ഈ വരുന്ന ദിവസം വരെ ഡീസൽ അടിക്കാൻ വരെ തയ്യാറാത്തത് കൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ചുരുങ്ങിയത് 1000-1200 രൂപയ്ക്ക് ശമ്പളം വാങ്ങിക്കൊടുത്താണ് ഞാൻ തൊഴിലാളി ആയതാണ്. എനിക്ക് 550 രൂപ 600 വരെ ശമ്പളം. നിത്യോപയോഗ കാര്യങ്ങൾക്ക് വരെ നമ്മൾ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് കൂടുതൽ ഒഴിക്കാൻ അവിടെ കഴിയില്ല. അവർക്ക് ഡീസൽ അടിക്കാൻ തന്നെ വരുമാനം ലഭിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പണിമുടക്കിയിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് തന്നെ പോകുന്നതാണ്. അവരെ വാഹനം ജീഫം കൊണ്ട് നിർത്തുകയാണ്. അതിനു ഞങ്ങൾക്ക് തൊഴിലില്ലാത്തവരിക്കുകയാണ്. ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് കാണണമെന്നും ഇതിന് പരിഹാരം ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല സമരങ്ങളിലേക്ക് മാറുകയാണ് ഇവിടെ. മറ്റു ജില്ലകളിൽ നിന്ന് വയനാടിന് മാത്രം പ്രശ്നം വരുന്നത് കാരണം നിങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ വയനാട്ടിൽ വ്യത്യസ്തതയാണല്ലോ. അതായത് വയനാട്ടിൽ സ്റ്റുഡൻസുകളും ഒരു പിന്നോക്ക ജില്ലയാണല്ലോ വയനാട്. യാത്രക്കാരിൽ പരിമിതികളായി യാത്ര ചെയ്യുന്ന ആളുകളാണ് വയനാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ ചാർജ് തന്നെ പല ജില്ലകളിലും ഒരു 5 രൂപ മിനിമം കിട്ടുന്ന രീതിയിലാണ് വാങ്ങുന്നത്. പക്ഷെ വയനാട്ടിൽ മാത്രം ഇന്ന് കേവലം 1 രൂപ മാത്രമാണ് വാങ്ങിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ള ജില്ലകളിൽ അപേക്ഷിതമായിട്ട് 5 രൂപയ്ക്കും 7 രൂപയ്ക്കും 6 രൂപയ്ക്കും വിദ്യാർത്ഥികൾ പോകുന്നതുകൊണ്ട് ചില ബസ്സുകൾ അവിടെ മറ്റുള്ള ജില്ലകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് കൊണ്ടാണ് അതെ ബസ്സുകളിൽ ക്രമേണ യാത്ര 70% സ്ത്രീകളാണ്. അവരെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ പോവാം. സ്ത്രീകളുടെ യാത്ര. പിണറായി വിജയൻ അങ്ങ് തോറ്റു പടിയിറങ്ങിപ്പോയപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആളുകളാണ് ഇന്ന് വന്നിട്ട് പറയുന്നത് ഉപജീവന മാർഗം ഇല്ലാതെയാവുകയാണ്, വീട്ടിലേക്ക് അരിയും സാധനങ്ങളും വാങ്ങാനായിട്ട് പൈസയില്ല, ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണെന്നുള്ളത്. വികസന മാറ്റം വേണം, ഭരണമാറ്റം വേണം, വികസനം ഒരുപാടുണ്ടാവണം, ഞങ്ങൾക്കൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ വേണം എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം നന്ദി കെട്ട ആളുകൾ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, വോട്ട് മാറ്റി കുത്തിയിട്ടുള്ള വികസന മാറ്റത്തിനായിട്ട് വോട്ട് മാറ്റി കുത്തിയിട്ടുള്ള നന്ദി കെട്ട ആളുകളെ പറ്റി മാത്രമാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ബസ് സംഘടനയുടെ ഏതെങ്കിലും ഒരു ബസ് തൊഴിലാളികൾ ബുദ്ധിമുട്ടിലായി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കോലം കത്തിക്കുന്നതായിട്ടുള്ള വാർത്തകൾ, ഏതെങ്കിലും ഒരു മന്ത്രി എന്ന് പറയുന്നത് ശരിയാവില്ല, മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നത്, കൊങ്ങികൾ കത്തിക്കുന്നത് ഓക്കെ, അവന്മാരെന്ത് തോന്നിവാസവും കാണിക്കും, സംഘികൾ കത്തിക്കുന്നതും ഓക്കെ, അവന്മാരും അതേപോലെ തന്നെയാണ്. അല്ലാതെ ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു സംഘടന അവർ കത്തിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് അധികാരത്തിൽ വന്ന് ഏകദേശം 2 മാസങ്ങൾ കഷ്ടിച്ച് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ തിരുത്തി പറയുകയാണ്, പിണറായി വിജയൻ മതിയായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെയൊക്കെ ജീവിത സൗകര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട രീതിയിലായിരുന്നു എന്നുള്ളത്. ഇന്ന് ഈ കാണുന്ന കേരളത്തിനെ ഈ രീതിയിലേക്ക് ആക്കാനായിട്ട് പ്രധാന പങ്ക് വഹിച്ചത് മുഖ്യനും മുഖ്യന്റെ കൂടെയുള്ള ആളുകളുമാണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കാരണം സത്യാവസ്ഥ അത് തന്നെയാണ്. ഈ ആളുകൾക്ക്, അതായത് ബസ്സിനെ മാത്രം ഒരു ഉപജീവന മാർഗമാക്കി, ബസ്സിന്റെ ഒരു സർവീസിൽ കൂടി കിട്ടുന്ന പണം അത് ഉപജീവന മാർഗമാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് അവരുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ അവസ്ഥയിലാണെന്ന് അവർ തന്നെ പറയുകയാണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് വയനാട്ടിലെ ജനങ്ങൾ, വയനാട്ടിലെ ആ ഒരു ബസ് തൊഴിലാളികൾ പോവുകയാണ്. കാരണം എല്ലാം പൂക്കി എഫക്റ്റാണ്. പൂക്കി സ്റ്റൈലിലുള്ള 8ന്റെ പണി കൊടുത്തപ്പോൾ മുഖ്യന് വേണ്ടിയിട്ട്, അല്ലെ മുഖ്യന്റെ അടുത്ത് അഭ്യർത്ഥനയുമായിട്ട്, അല്ലെ അപേക്ഷയുമായിട്ട് അവരെല്ലാവരും വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് പറയുമ്പോൾ ആ വന്ന് സംസാരിച്ച ആളിനെ സംഖ്യയാക്കാനും കൊങ്ങിയാക്കാനും ഒക്കെ ശ്രമിക്കുന്ന, അല്ലെ കമ്മിയാക്കാനും ഒക്കെ ശ്രമിക്കുന്ന പലരും ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. കാരണം എന്ത് നെറുകേട് കാണിച്ചാലും അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പിണറായി വിജയൻ ഇവിടെ ഉണ്ടാവാതിരുന്നാൽ മതി എന്നുള്ളൊരാഗ്രഹമുള്ള ആളുകളാണ് ആ രീതിയിൽ പറയുക. അപ്പോൾ ഇതിൽ കണ്ട കുറച്ചധികം വാർത്തകളുണ്ട്, ഞാൻ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. കാരണം അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബസ്സിലെ, അല്ലെങ്കിൽ ഇത് ബസ്സിനെ ഉപജീവന മാർഗമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. എല്ലാരും ആ വണ്ടിയിലൊക്കെ രാവിലെ ടൈമായിട്ടുണ്ട്, കണ്ടക്ടറേറ്റിനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരോട് ചോദിച്ചറിയാം, ഒരു മനുഷ്യനില്ല. ആ പ്രിയദർശിനി സന്തോഷിക്കുവിൻ. കാരണം നിങ്ങൾ തന്നെയാണല്ലോ ഈ ഒരു വികസന മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് മാറ്റി ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണല്ലോ വിജയിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ, അല്ലെ അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നിങ്ങൾ തന്നെ നടത്തണം. ഇതിന് ഞങ്ങൾ ആരെയും, അല്ലെങ്കിൽ നമ്മളെ ഈ സർക്കാരിനെ ഒന്നും പഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നതെന്നും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുമൊക്കെ. ഇതറിയാത്ത ആളുകളാണ് പിണറായി വിജയൻ വലിയ പ്രശ്നമാണ്, പിണറായി വിരുദ്ധത ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് കരുക്കൾ നീക്കിയത്. ഇതിൻ്റെ പണി, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണപക്ഷവും, ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഒന്നുമില്ലാതെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകളും തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.
KSRTC ബസ്സുകളിൽ ഒരുപാട് സ്ത്രീകൾ കയറുന്നു. പ്രൈവറ്റ് ബസ്സുകളിൽ 5ഉം 6ഉം ആളുകളാണ് ഒരു സർവീസിൽ ഒരൊറ്റ ഒരു റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കയറുന്ന ആളുകളുടെ എണ്ണം എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൈരളി, ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ പല ന്യൂസുകളിലെയും വാർത്തകളിലൊക്കെ ഇങ്ങനെ ഈ ബസ്സുകളിൽ ആളുകൾ കുറവാണെന്നുള്ളത് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്, അതായത് KSRTC ബസ്സുകളിൽ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകളാണ്. ഒരു നല്ലതാണ് വികസന മാറ്റം, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുക, ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ചെയ്യുക, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുക എന്നൊക്കെ പറയാൻ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ബസ്സിൽ നിറയെ ആളുകളാണ്. അതിൽ ഞാനപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ സർവീസുകളിലേക്കൊന്ന് നോക്കി. അവിടെ നോക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ വിരലിലെണ്ണാൻ പോലും പറ്റുന്ന ആളുകളുടെ എണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ഒരു 10 രൂപ 20 രൂപ പോയിന്റിലേക്ക് പോകുന്ന ആളുകൾ വെറും 5 6 പേരാണ്. അപ്പം ഇന്നത്തെ പെട്രോളിൻ്റെ അല്ല ഡീസലിൻ്റെ ഒക്കെ വില അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് പോകുന്ന സമയത്ത് മെയിൻ്റനൻസ് എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സുകാരന്, ആ ഒരു ബസ്സിൻ്റെ ഉടമയ്ക്ക് എന്താണ് ലാഭമുണ്ടാവുക? എന്തായാലും വണ്ടി ഓടണം, എന്തായാലും ഇന്ധനം കത്തും. അതിൽ 5 6 ആളുകളെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. എന്താണ് ലാഭം? അപ്പോൾ എല്ലാവരുടെയും നെഞ്ചത്ത് നല്ല രീതിയിൽ കയറിയിരുന്ന് പൊങ്കാല ഇടുകയല്ലേ ഇന്നത്തെ സർക്കാരും ഇന്നത്തെ ഭരണപക്ഷത്തിലിരിക്കുന്ന ആളുകളെല്ലാം. ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ഇതൊക്കെ നിങ്ങളുടെ ഒരു പ്രശ്നം മാത്രമായിട്ട് നിങ്ങൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതിൽ ബസ് സംഘടനയുള്ള പല ആളുകൾ പ്രതികരിക്കുന്ന പല വീഡിയോസ് വന്നിട്ടുണ്ട്. അതിലൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടിക്കറ്റ് എടുക്കേണ്ട 2 ആള് KSRTC പോയി കയറാം. 3 രൂപയുടെ ST എടുക്കേണ്ട കുട്ടികളെ പ്രൈവറ്റ് കയറ്റി വിടുക. ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? ടാക്സ് കുറച്ചതൊക്കെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഈ റൂട്ടിലുള്ള ആളുകളൊക്കെ വെച്ചാല് അന്നന്ന് കിട്ടുന്ന കൂലി അന്നന്ന് കുടുംബത്തിന് ചെലവാക്കുന്ന ആളുകളാണ്. അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ട് 900 800 കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് 300 400 രൂപയുടെ 300 400 രൂപയാണ് ഞങ്ങൾ കൂലി കിട്ടുന്നത്. ഞങ്ങൾക്ക് മര്യാദക്ക് ഒരു പേരില് കുട്ടികളൊരു സാധനം ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്നില്ല. ടാക്സ് കുറച്ച് അത് മുതലാളിമാർക്ക് അത് ഉപകാരം ഉണ്ടാകും, നമുക്ക് അതിന് നല്ലതേ ഉള്ളൂ. പക്ഷെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? ടാക്സ് കുറച്ചതൊക്കെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു പ്രൈവറ്റ് ബസ്സിൽ 75% റിസർവേഷൻ ഉള്ള സ്ത്രീകൾക്കാണ്. പക്ഷെ ആ 75% സീറ്റ് കാലിയാണ് വണ്ടിയിൽ. പിന്നെ കുറച്ച് ഈ പുരുഷന്മാർ മാത്രം വണ്ടിക്കകത്ത് കയറുന്നുള്ളൂ. അതുപോലെ തന്നെ ലോക്കൽ ചാപ്പ ഈ സിവിൽ നിന്ന് ചൈത്രയിലേക്ക് വരെ കയറുന്ന ആൾക്കാരൊക്കെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല. അത് നല്ല രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ആൾക്കാരെ കൂടെ VD സതീശൻ സാറും CP ജോണും നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ പാവപ്പെട്ട ഈ കേരളത്തിന്റെ തന്നെ ഈ തൊഴിലാളികളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്രയും അതീവ ഗുരുതരത്തിലാണ്. ഇതൊക്കെ ആരോട് പറയാനാണ്? ആര് കേൾക്കാനാണ്? ഇന്നത്തെ ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ സൗജന്യ യാത്രയുടെ പിന്നാലെയാണല്ലോ. വലിയ വികസനമാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം സന്തോഷിച്ച് നടക്കുകയാണ്. അതിനിടയിൽ നിങ്ങളുടെ കരച്ചിലുകളോ നിങ്ങളുടെ വാർത്തകളോ നിങ്ങളുടെ വിഷമം പറച്ചിലോ നിങ്ങളുടെ അപേക്ഷകളോ ഒന്നും സ്വീകരിച്ചില്ലെന്ന് വരാം. സ്വാഭാവികമാണ്. കാരണം ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. മുതലാളിമാർക്ക് ടാക്സ് കുറയ്ക്കുക, മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുക, അവരിൽ നിന്ന് പിരിക്കാൻ പറ്റുന്നതൊക്കെ പിരിക്കുക, അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങുക. ഇതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം. ആ സർക്കാരിൻ്റെ ലക്ഷ്യത്തിനിടയിൽ തൊഴിലാളി എന്ന് പറയുന്നവരെ വെറും അടിമകൾ ആയിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. എവിടെയും ഒരു പ്രശ്നവും ആരും ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ല. ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും കിട്ടിയിരുന്നു. ഇതിനെയെല്ലാം ഇപ്പോഴും മെഴുകിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തെറ്റായിരുന്നു, VD സതീശനാണ് ശരിയെന്ന് പറയുന്ന തൊഴിലാളികൾ, ന്യായീകരണ തൊഴിലാളികൾ, ഇവന്മാരെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. എല്ലാ വിഴുപ്പും താങ്ങേണ്ടി വരുന്ന ആളുകൾ, അല്ലെ താങ്ങുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. കാരണം പിണറായി വിജയൻ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ 100 കാര്യം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ടാക്കിയിരുന്ന ആളുകൾ, ഇതിൽ ഒരു കാര്യം പോലും ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിൽ, അല്ല ഒരു കുഴപ്പവുമില്ല അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും ഒരു ഉദാര മനസ്കരായിട്ടിരിക്കുന്ന കാണുമ്പോൾ അത്രയും നല്ല മനസ്സിനുടമകളായിരുന്നു നമ്മുടെ കേരളത്തിലെ ആളുകൾ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം ചെയ്തു കൊടുത്തിരുന്ന, എല്ലാ തരത്തിലും ജീവിക്കുന്ന, പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരേപോലെ ചേർത്ത് നിർത്തിയിരുന്ന ഒരു ഭരണപക്ഷമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ തലയിൽ തലച്ചോറും ആൾതാമസവുമുള്ള ആളുകൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ന്യായീകരണ തൊഴിലാളികൾക്കും അടിമ കൊങ്ങികൾക്കും അടിമ സംഘികൾക്കും അടിമ കമ്മികൾക്കുമൊക്കെ ആയിരിക്കും സംശയമുണ്ടാവുക.
പിണറായി വിജയൻ അങ്ങ് വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പിണറായി വിജയൻ എല്ലാം കട്ടുമുടിച്ചിട്ട് പോയി എന്നുമൊക്കെയാണല്ലോ ഇവന്മാർ പറയുക. കഴിഞ്ഞ ദിവസം ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് പിണറായി വിജയന് വലിയ ക്രമക്കേടായിരുന്നു, അല്ല പിണറായി വിജയന് വഴിവിട്ട ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയല്ല, അത് കുത്തിപ്പൊക്കിയൊരു വാർത്തയാണ്. 2023 പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇന്ന് ഭരണപക്ഷത്ത് വന്നപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ ഇവന്മാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയിൽ അതിനെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവരാനായിട്ട് ഇവന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവന്മാരുടെ കയ്യിലൊന്നും തെളിവുകളില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമുക്കറിയാവുന്ന നമ്മളുടെ ഒരു അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എന്ത് പറഞ്ഞാലും പിണറായി വിരുദ്ധത പരത്തണം, പിണറായി ഇവിടെ ശരിയല്ല, പിണറായി വിജയൻ ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആരാണോ നല്ലത് ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ ആളുകളെ പറ്റി തന്നെ ഞങ്ങൾ സംസാരിക്കും. അത് കാണുമ്പോൾ വലിയ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ തന്നെ ഞാൻ ഈ ഒരു ചാനലുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഏതൊക്കെ മക്കൾക്ക് മെഴുകണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് നിനക്കൊക്കെ വേണ്ടി തന്നെയാണ് തുറന്നിട്ടിരിക്കുന്നത്. എന്ത് പിറപ്പുകേടും നിനക്കൊക്കെ പറയാം, പക്ഷേ തിരിച്ച് ഞാൻ അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പറയുമ്പോൾ പിന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ പിന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ട് വരരുതെന്നേ എടുത്തു പറയാനുള്ളൂ. സംസാരിക്കുമ്പോൾ തെളിവുകളടക്കം ഒന്ന് സംസാരിക്കാനായിട്ട് നോക്കണം അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.